അപ്പോൾ ഇന്നും നമ്മൾ പുറത്തോട്ട് പോകണം. വേറൊരിടത്തല്ല, നമ്മൾ മാഞ്ചസ്റ്റർ എയർപോർട്ടിൽ പോകണം. ഇതാണ് അസ്മിയുടെ ഉമ്മ വന്നിട്ടുണ്ടായി. അപ്പോൾ ഉമ്മനാക്കാൻ വേണ്ടിയാണ് പോണത്. നമ്മുടെ സഫറൂഖയുടെ വൈഫാണ്. സമയം നോക്കിയപ്പോൾ 2.5 മണിക്കൂറുണ്ട്, 66 മൈൽ. ഓട്ടത്തിൻ്റെ അടുക്കുള്ള വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല, കാരണം നമ്മൾ മാപ്പ് നോക്കി വന്നോണ്ടേ. ആദ്യമായിട്ട് വന്നെ എൻ്റെ നല്ല ബുദ്ധിമുട്ടുണ്ടായി, കാരണം അവിടെ റൗണ്ട് ഔട്ട് ഉണ്ട്. അതിൽ കിടന്ന് കുറേ കറങ്ങിയിട്ടാണ് ഞങ്ങൾ അവിടെ കയറിയത്. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് എയർപോർട്ടിലോട്ട് നടന്നു. വേറെ ഒന്നുമില്ല, 1 മണിക്കൂർ ഇവിടെ പാർക്ക് ചെയ്യണതിന് 12 കൊണ്ടാണ് ജീവിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ ഏതൊരു പാവം വാങ്ങിച്ചൊരു ഗണ്ണ് അവിടെ വെച്ചിട്ടുണ്ട്. വെയിറ്റ് കൂടിയതുകൊണ്ടാണെന്ന് അറിയാൻ പാടില്ല, അല്ലെങ്കിൽ ഇത് കയറ്റാത്തതുകൊണ്ടാണെന്ന് അറിയില്ല. ഞങ്ങൾ കണ്ണൊക്കെ നോക്കിക്കണ നേരത്ത് ഉമ്മയുടെ ബോഡി പാസിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഉമ്മ വന്നു ഇല്ലുനും ഉമ്മയൊക്കെ കൊടുത്ത് എല്ലാവരോട് ചാറ്റയൊക്കെ പറഞ്ഞ് തിരിച്ച് കയറാറായി. അതിനിടയ്ക്ക് ഉമ്മക്ക് ഭാഗ്യത്തിന് അവിടെ നിന്ന് ഒരു കൂട്ട് കിട്ടിയിട്ടോ അങ്ങാട്. ഉമ്മനാക്കി തിരിച്ചു വന്നിരിക്കും. ഞങ്ങൾ പീക്ക് ഡിസ്ട്രിക്റ്റ് എന്ന് അടിച്ചിട്ട് ഞങ്ങൾ എത്തിപ്പെട്ട സ്ഥലം ഇതാണ്. കാര്യം കാണാൻ നല്ല സ്ഥലമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു മരം പോലും ഇല്ല കേട്ടോ അവിടെ. ഈ റോഡ് സൈഡിൽ നിൽക്കുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം, കാരണം ബൈക്കുകളും കാറുകളും ചീറിപ്പാഞ്ഞാൽ പോണത്. ഇനി ഈ ബോർഡ് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഈ സ്ഥലം ഏതാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്, ഹൈ പീക്ക്. പിന്നെ ഏകദേശം 2-2.5 മണിക്കൂർ അവിടെ നടന്ന് കാണാനുള്ളതുകൊണ്ട് ഞങ്ങൾ അധികം പോയില്ല, കാരണം ഞങ്ങൾ ഇവിടെ ഓൾറെഡി എത്തിയപ്പോൾ തന്നെ 7 മണി ആകാറായി. പിന്നെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് അടുത്ത സ്ഥലത്തോട്ട് പോയി, റിസർവോയർ. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കാണെങ്കിൽ അടുത്ത ഭാഗ്യക്കേട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കുറവായിരുന്നു. വെള്ളം കുറച്ച് കൂടുതലുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ആ കാണുന്ന കിണറ്റിൽ വെള്ളം നിലത്തോട്ട് ഇറങ്ങണ കാഴ്ചയൊക്കെ കാണായിരുന്നു. പക്ഷേ ഭാഗ്യക്കേടെന്ന് തന്നെ അല്ലാതെ വേറൊന്നും പറയാനില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്നും കുറച്ച് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് പയ്യെ നേരെ വീട്ടിലോട്ട് പോയി.